നമ്മളോടൊപ്പം വേറൊരു കോ ആങ്കർ എനിക്ക് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആണ്, സിനിമാ നടനാണ്, നമ്മുടെ സ്വന്തം രാജേഷ് കടവന്തറ. രാജേഷ് ചേട്ടനെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഫ്ലോറിൽ കാണുന്നത്. ഞാനും ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലോറിൽ വരുന്നത്. സിനിമയുടെ തിരക്കുകളായിരിക്കും. അങ്ങനെയല്ല, കുറച്ച് ആളായി. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. അതും കോമഡി മാസ്റ്റേഴ്സിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കോമഡി മാസ്റ്റേഴ്സിൽ ഇതിനു മുമ്പും ഒരു തവണ എപ്പിസോഡിൽ വരുന്നുണ്ട്. വീണ്ടും വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഖില്, അതുപോലെ തന്നെ കവലൂരേട്ടൻ, അവരുടെ കോമ്പിലും, പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഒരു പ്രത്യേകം താങ്ക്സ്. നമ്മുടെ ശ്വേത ചേച്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അല്ലെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാജേഷേന്റെ വെടിക്കെട്ട് എന്ന് പറയുന്ന മൂവിയിലെ ഒരു ക്യാരക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും നോട്ടീസ് ചെയ്തത്. അപ്പം ഇന്ന് ഇവിടെ നമുക്ക് വെടിക്കെട്ട് രീതിയിൽ സ്പോട്ട് ഡബിൾ അങ്ങ് തുടങ്ങിയാലോ? അതൊരു വെടിക്കെട്ട് ഐറ്റം ആണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ആദ്യം തുടങ്ങാം. അന്തരീക്ഷാനോസം നമുക്ക് ഒതരം ബില്ല്, ഇവർക്കൊന്നും ബില്ലില്ലേ? എന്നാ ഞങ്ങളും പുറത്തു നിന്ന് തന്നെ. ഞങ്ങൾ ആളുകള് സുനാമി വന്ന് പട്ടിണി കിടന്ന് ചാകാൻ കിടക്കുമ്പോ നിന്റെ കുറൂസ് നമ്മൾ ഇവിടെ നടത്തിക്കൂല. നിന്റെ കൗതാരി എനിക്ക് വേണ്ട. ഇവിടെ ഒരു കാരണവശാലും ഉറൂസ് നടത്തിക്കൂല. എന്റെ വീണ്ട ചോരല് ഒരുപാട് പേരുടെ പടമൊന്നുമില്ല, ഒരാളുടെ പടവേ ഉള്ളൂ. എന്റെ തന്തയുടെ മാപ്പ് ജയം പറയൂല കേട്ടോ. വാസുരി ചേച്ചി, വാസുരി ചേച്ചി, നീയാണോ? എന്താ ദാസപ്പാ? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കാൻ നോക്കുക. ഉണ്ണിത്താൻ ചേട്ടന് വാസുരി ചേച്ചിയോട് വല്ലതും പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? എന്നോടോ? ആ ഇല്ലല്ലോ. എന്താ ദാസപ്പാ? ഷേ, അപ്പൊ ഉണ്ണിത്താൻ ചേട്ടന് ഈ അസുഖം നേരത്തെ തുടങ്ങിയോ? അസുഖവോ? എന്താ? എന്ത് പറ്റി? എന്നോടൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയതാണല്ലോ രാവിലെ. ആ, അത്രേ ഉള്ളൂ. എപ്പോഴൊന്നും പറയുന്നില്ലതോ, അല്ലാതെ വേറെ എനക്കിടൊന്നുമില്ല. ഉണ്ടെന്നല്ലേ? ആ, എനിക്കൊന്ന് കാണണമല്ലോ. എവിടെയാ? വല്ല ആശുപത്രിയിലാണോ? അല്ല, കക്കൂസില. പേടിക്കാനൊന്നുമില്ല, വാ കാണിക്കാം. ബിനിച്ചേട്ടൻ അവരോട് ദേഷ്യപ്പെട്ടായിരുന്നു. ആളൊരു 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. ഞാൻ വെറുതെ നടന്നു പോകുമ്പോ റിമോട്ട് എടുത്തെറിയ, ഭക്ഷണം കഴിക്കുമ്പോ ചോറ് വരെ എറിയ. ദേ ആ വീട് കണ്ട, അതാണ് അനാമികയുടെ വീട്. നമ്മുടെ അനാമിക മരിച്ച വീട്. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മലയാള സിനിമ ഉണ്ടാക്കുന്നത്. ഒറ്റക്ക് വഴിവിട്ട് വന്നോടാ ഞാൻ, ഒറ്റക്ക് വന്നോടാ കളിയാക്കുന്നോടാ പട്ടികളെ, ഓടി ക്ഷമിച്ച് ചെയ്യുന്നോടാ പട്ടികളെ. Violence, violence, violence. I don't like. I avoid. But violence likes me. I can't avoid. വീട്ടിൽ കഴിക്കാനോടൊന്ന് ചോദിച്ചിട്ടല്ല സാർ. 5 പേർക്കുള്ള പൊതിച്ചോറിനൊക്കെ ഞങ്ങൾ അമ്മയോട് പറയാറ്. സർക്കാർ ആശുപത്രിയിൽ ആ 5 പൊതിച്ചോറിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ കമ്മ്യൂണിസം. സ്കൂൾ മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവരാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിന് പറ്റില്ലെങ്കിൽ സ്റ്റാൻലി ജോൺ സദാശിവ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയിരിക്കും. വെണ്ണിമലയെന്ന് കത്രി മധുരം ഒട്ടും വയ്യ. സുന്ദരിക്കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുപെണ്ണൻ കുട്ടിയെ വന്ന്. പിന്നെ ദാസ്, കണ്ണ് കാണാൻ മേല, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരന, തീവണ്ടി ദാസ്.
അപ്പൊ മാളിപുരത്തിന് ശബരിമല പോണം, അയ്യപ്പനെ കാണണം. ആ വഴി നടക്കാം. ശരിക്കും മാളിപുറം അയ്യപ്പനെ കണ്ടിരിക്കും. സ്വാമി ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരാണെന്ന് സ്വാമിക്ക് അറിയില്ല. വെടിക്കെട്ടല്ല, പൂരം. സത്യം സൂപ്പർ. ചേട്ടാ അടിപൊളി. താങ്ക് യു. ഇതിനപ്പുറം ഒരു വാക്ക് നമ്മൾ കണ്ടുപിടിക്കും. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ലേച്ചിങ്ങനെ പോവായിരുന്നു അതിലേക്ക്. ഈ റെഗുലർ ഡയലോഗ്സോ റെഗുലർ കട്ടിങ്സോ ഒന്നുമല്ല, അതാണ് അതിന്റെ പുതുമ. ആൻഡ് ഒരു ഫ്ലോയില് നമ്മളെല്ലാരെയും കണ്ടു. അല്ല യൂഷ്വലി ഒരു ഗ്യാപ്പെങ്കിലുണ്ടാവും ഒരു ആർട്ടിസ്റ്റ് കഴിഞ്ഞ്. ഇത് ഒരു എന്താ പറയുക, കോർത്തിരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ഇതായിരുന്നു. സൂപ്പർ. താങ്ക് യു. ആസിഫിക്ക നമ്മുടെ ഫ്ലോറിൽ വന്നാൽ എങ്ങനെയാ, അതൊന്ന് പറയോ? ആ ഞാൻ ഒന്ന് ശ്രമിക്കാം. ഹായ്, ബ്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ഡേ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്തു. ഏതായാലും ഭയങ്കര സന്തോഷം ഇവിടെ വരാൻ പറ്റില്ല. ശ്വേത മാം, ഞങ്ങള് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിലാണ് എന്നെ മാമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഏയ് രാജേഷ് ബ്രോ, എന്നിട്ട് വിശേഷം? സുഖം സുഖം. എന്റെ സിനിമയൊക്കെ കാണണം. ഓക്കെ, താങ്ക് യു. ആ വർത്താനം മാത്രമല്ല, തലയാട്ടി കറക്റ്റ് ആയിട്ട് ഏകദേശം വരുന്നുണ്ട്. പണ്ട് ഫിഗർ, അതായത് ആസിഫിക്കയുടെ വിത്ത് ഫിഗറിൽ വോയിസ് ചെയ്യുമായിരുന്നു. നമ്മുടെ നാടിനെ ഹിറ്റാക്കിയത് ആസിഫൊക്കെയാണ്. ആക്ടിങ് അതൊന്നും പറയാ. ആറ്റിങ്ങിലാണോ വീട്? ആറ്റിങ്ങിൽ HDFC ബാംഗ്ലൂർ ഒരു ബാസ്കറ്റ് എന്തായാലും അറിയോ? We were in Bangalore together. Actually, അഴകരോടുന്ന ഫിലിമില്ലേ, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കാവ്യമാധ മൂന്ന് കൊരങ്ങന്മാരെ പടം വരക്കില്ലേ, അതിൽ ഇങ്ങനെ ഏറ്റത്തിരിക്കുന്ന കൊരങ്ങൻ ഞാനാ, അല്ല പയ്യൻ ഞാനാ. അവൾ ഒരു ഫ്രോഡാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഊപ്പോ ഈ ആസിഫിക്കയുടെ ഫിഗർ ചെയ്തിരുന്നു എന്ന് പറയുമ്പം ഇപ്പം ഏതെങ്കിലും ഒരു ഫിഗർ പോലെ തോന്നിക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയാന്നറിയോ, RDXലെ വില്ലൻ വിഷ്ണു അഗസ്ത്യല്ലേ അല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത്? ഇങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോഴത്തെ ഒരു ലുക്കിലാന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ ഒന്ന് മുടിയും കൂടെ ഉണ്ടെങ്കിൽ, അതായത് പുള്ളിക്കാരന്റെ കുറച്ചുകൂടെ ഒരു ബുഷി ഹെയർ പോലെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതുപോലെ ഉണ്ട്. അവൻ പടം ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇരിക്കുമ്പോ അല്ല, ഞാനിപ്പോ അതാ ആലോചിച്ചത്, എങ്ങനെയെങ്കിലൊക്കെ സിനിമയൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പക്ഷേ ഉണ്ടല്ലോ, വീണ്ടും ഫിഗർ ഷോയിലോട്ട് പോകേണ്ടി വരുമോ? സ്വന്തം സൗണ്ടും ഭയങ്കര നല്ലതാ. അതെ, താങ്ക് യു. ആങ്കർ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ അടുപ്പിക്കാത്തത്. ഇതിലെ വില്ലനാ വെടിക്കെട്ട് സിനിമയില്. അതെ അതെ, സ്പുട്നിക് അങ്ങനെയല്ല ക്യാരക്ടർ. നൈസ് നൈസ്. പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങള് വീണ്ടും ഒരു പടം റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. പുഞ്ചിരി മുറ്റത്ത് ഇട്ടിക്കോര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാപ്പച്ചൻ ഒളിവിലാണെന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത ഡയറക്ടറിന്റെ സെക്കൻഡ് മൂവിയിൽ ഒരു തമിഴ് പടത്തിലോട്ട് ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. ആ കണക്ഷൻ വേഗം സക്സസ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോഴും തിരിച്ച് ഞങ്ങൾ വിളിക്കുമ്പോ വരണേ. ഉറപ്പായിട്ടും. അതാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് കിടക്കാം. ഇനി എന്താണ് നമുക്ക് കാണാൻ പറ്റാം? ഞാനേ ശ്വേത മാം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ഒന്ന് മുമ്പ് ചെയ്ത വോയിസുകളിലോട്ടൊന്ന് പോയാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കണു. ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് ഞാൻ ബാബുരാജേട്ടന്റെ ശബ്ദം ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യണത് ഞാനാണ്. അപ്പോ ആ സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ മാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയില് എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ് ബാബുരാജേട്ടൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത്. അപ്പൊ ആ ഡയലോഗ് ഒന്ന് ചെയ്യാം. സാറേ ഇപ്പൊണ്ടാ മുളകോ അല്ലെങ്കിൽ ഞങ്ങള് കള്ളൂടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഹായ് പച്ച എന്റെ പൊന്നു കുമാരേട്ടൻ 2 രാധാസു. രാജേഷ് ബ്രോ ആണ് സത്യത്തില് ഈ ആരും അനുകരിക്കാത്ത കുറെ സ്റ്റാറുകൾ ആദ്യമായിട്ട് അനുകരിച്ച് തുടങ്ങുന്ന കൂട്ടത്തിൽ ഒരാൾ രാജേഷനാണ്. ഇനി വരട്ടെ, കാണട്ടെ ഞങ്ങൾ പഴയ പെർഫോമൻസ് ഒക്കെ ഇനിയും പൊടി തട്ടി ഇറക്ക്. കടലിൽ പോരുന്നു വരുന്നത്. ഞാൻ ഒരാളുടെ പേര് പറയാതെ ചെയ്യാ, മനസ്സിലാവുകയാണെങ്കിൽ കൈയടിക്കുക. ഞാൻ നിങ്ങളോടും കൂടെയാണ് പറയണത്. ഓക്കെ. നിന്നോട് ഞാൻ പച്ചക്കോലിനെ ചുമന്ന് മുട്ട് പിടിപ്പിച്ച പാർട്ടി ഷർട്ട് എടുക്കാനല്ലേ പറഞ്ഞത്? ഇത് നല്ല മഴാല, കൊടംപുളി ഇട്ട് വെച്ചാൽ കലക്കും. 1-2 കൊള്ളാം. അടിപൊളി അടിപൊളി അടിപൊളി. എന്തായാലും കുറെ നല്ല വീണ്ടും പെർഫോമൻസ് വൈസ് അല്ലെ, ഒരു വെടിക്കെട്ട് പോലെ നമുക്ക് സ്പോട്ട് അപ്പിന്റെ കുറെ സൗണ്ടുകൾ കേൾക്കാൻ സാധിച്ചു. എല്ലാം ഭയങ്കര കിടിലുമായിരുന്നു. ഇനി ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. യെസ് അഖിൽ ചേട്ടാ, പഴയ വീണ്ടും കിട്ടി. എനിക്കറിയാം രാജേഷിന്റെ ഒക്കെ ഗ്രോത്ത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് നമ്മൾ മിമിക്രി തുടങ്ങുന്ന സമയം തൊട്ട് അവൻ ചാനൽ പരിപാടിക്കാരും നല്ല ഡെഡിക്കേഷനാ രാജേഷ്. അതായത് അവൻ മെനക്കെട്ടിരുന്ന് പഠിക്കും. നമ്മളെ ഭയങ്കര ഉഴപ്പാണ്. അവൻ സ്റ്റാർ മെനക്കെട്ടിരുന്ന് പഠിച്ച് അവൻ്റെ ആ അറ്റേർ തന്നെ അറിയാം.
പക്ക പ്രൊഫഷണലാണ് രാജേഷ്. ഏത് വേദിയിൽ വന്നാലും അവൻ അവൻ്റെതായ നീറ്റ്നെസ്സും സ്റ്റാറായി. പരിപാടിയും ഉണ്ടാക്കും. അപ്പൊ രാജേഷേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മുടെ ഒരു കോള് വരുമ്പോൾ ഭരണം ഇങ്ങോട്ടേക്ക്. ഉറപ്പായിട്ടും, ചേട്ടൻ ഇവിടെ നമ്മളോടൊപ്പം ഉള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണ്. ഡു ജോയിൻ us. താങ്ക് യു സോ മച്ച്. Okay. താങ്ക് യു കോമഡി മാസ്റ്റേഴ്സ്.